ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് 20 കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്ത് പാർട്ടികളുടെ മുന്നണികളുടെ വിജയപ്രതീക്ഷകൾ, ഒപ്പം തന്നെ കൗണ്ടിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജാദ, ലാസ്റ്റ് മിനിറ്റിലാണ് ഇനി നമ്മുടെ മുൻപിൽ നമുക്കിനി വോട്ടെണ്ണൽ തുടങ്ങേണ്ട ആ ഒരു ആകാംക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു 2-2.5 മാസം നീണ്ട ആ വലിയ ടെൻഷൻ അവസാനമാകാൻ വേണ്ടി പോവുകയാണ്. ഒരുക്കങ്ങൾ എവിടം വരെയായി സംസ്ഥാനത്ത്? ഒപ്പം തന്നെ ഈ അവസാന മിനിറ്റിൽ മുന്നണികളുടെ വിജയപ്രതീക്ഷകൾ, ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? തീർച്ചയായും മനു, ഏതായാലും ഏപ്രിൽ 26-ന് നമ്മൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതാണ്. അതിനുശേഷം കൃത്യമായി എടുത്തു പറയുകയാണെങ്കിൽ 1 മാസവും 7 ദിവസവും പിന്നിട്ട് നാളെ ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ് കേരളം അക്ഷരാർത്ഥത്തിൽ. ഏതായാലും അതിൻ്റെ ഒരു ആകാംക്ഷ അത് എല്ലാ മുന്നണികളിലും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഈ വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിലാകെ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ മണ്ഡലത്തിലും ഓരോന്ന് വീതമായി. ആ 20 കേന്ദ്രങ്ങളിലും കൃത്യമായും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് തന്നെ, നാളെ രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യമായി എണ്ണുക നമുക്കറിയാം, പതിവ് പോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യമായി എണ്ണുന്നത്. ആദ്യത്തെ അരമണിക്കൂർ അതിന് വേണ്ടിയിട്ടായിരിക്കും. അരമണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഒരു ആദ്യ ഫലസൂചന നമുക്കൊരു 8:15 തന്നെ നൽകാൻ കഴിയും പ്രേക്ഷകർക്ക് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കൈരളി ന്യൂസിലും അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കൈരളിയിലൂടെയും വോട്ടിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മുന്നണികളുടെ കാര്യമാണ്. മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ചും എടുത്തു പറയുമ്പോൾ ദേശീയ തലത്തിൽ നിന്ന് എന്നും കുറച്ച് മാറി ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് കേരളം എന്നും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതും അതിൻ്റെ ഫലം വരുമ്പോഴും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സിറ്റ് പോളുകൾ, മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എക്സിറ്റ് പോളുകളെ വിശ്വാസത്തിലെടുക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തെ ഒരു പൊതുചിത്രം, അതായത് ഈ 2019 നിന്നും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. കാരണം ആ രീതിയിലുള്ളൊരു മാറ്റം സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഓരോ ഇടങ്ങളിലും ഉള്ള ജനപ്രതിനിധികളുടെ കൃത്യമായിട്ടും MP-മാരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2019 ആവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് UDF-നുള്ളത്. അത് ആ രീതിയിൽ ഞങ്ങൾ കൃത്യമായ രീതിയിൽ അവരുടെ MP-മാർ, നിലവിലുള്ള MP-മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം ഇത്തവണ വീണ്ടും ആവർത്തിക്കും എന്നാണ് UDF അവകാശപ്പെടുന്നത്. പക്ഷേ പൂർണ്ണമായും എക്സിറ്റ് പോളിനെ ആശ്രയിച്ചാണ് നിലവിൽ BJP മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്, NDA സഖ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കേരളത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത്. കാരണം കേരളത്തിൽ ഒരു തരത്തിലും താമര വിരിയാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവായി LDF-ലും UDF-ലും ഉണ്ട്. പക്ഷേ BJP പറയുന്നത് അങ്ങനെയല്ല, ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകും, ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു വിശ്വാസമാണ് BJP-ക്കുള്ളത്. ഏതായാലും മുന്നണികളെല്ലാം വലിയ തോതിലുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ്. കണക്കുകൂട്ടലെല്ലാം കൃത്യമായ രീതിയിൽ അവർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അവസാന മണിക്കൂറുകളാണ്. ഏവരുടെയും ആകാംക്ഷ അത് നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ആ ആകാംക്ഷയുടെ ഫലം അറിയാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ രീതിയിലും സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും നാളെ ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു.